നമുക്കങ്ങനെ ഇത്തരത്തിലുള്ള സൺബേസ്റ്റ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. നമ്മളതിനായിട്ട് ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ക്യാൻവാസ് സൈസ് ക്രിയേറ്റ് ചെയ്യുക. ക്യാൻവാസ് സൈസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ലെയർ ക്രിയേറ്റ് ചെയ്യുക. ലെയർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്രേഡിയൻ്റ് എടുക്കുക. ഗ്രേഡിയൻ്റ് എടുത്തിട്ട് അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ തീമിലാക്കുക. ദെൻ അതെന്ത് ചെയ്യുക, ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഫിൽറ്ററിൽ ഡിസ്റ്റോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. അതെടുത്തിട്ട് അതിൽ വേവ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക. അത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലൊരു റിവ്യൂ കാണുന്ന പോലെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ലൈൻ പോലെയാണ് നമുക്ക് വേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഈ വേവ് എടുത്തത്. സ്ക്വയറിലിട്ടാലേ ടൈപ്പ് സ്ക്വയറിലിട്ടാലേ നമുക്കത് കിട്ടും. നമ്മളത് ഓക്കെ കൊടുക്കുക. ദെൻ എന്ത് ചെയ്യുക, വീണ്ടും ഫിൽറ്ററിൽ പോവുക, ഡിസ്റ്റോർട്ട് എടുക്കുക, പോളാർ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അപ്ലൈ ചെയ്യുക. അത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സൺബേസ്റ്റ് എന്നുള്ള എഫക്റ്റ് അവിടെ വന്നിട്ടുണ്ടാവും. ദെൻ നമ്മളത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ക്യാൻവാസിലേക്ക് അപ്ലൈ ആയിട്ടുണ്ടാവും. വീണ്ടും നമുക്കിതിൻ്റെ കളറുകൾ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ വരിക, ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ ഓപ്പൺ ആക്കുക. ദെൻ അവിടെ കളറൈസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതെന്ത് ചെയ്യുക, എനേബിൾ ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള കളർ, ആ വൈറ്റ് ലൈറ്റ്നസ് കൂട്ടുമ്പോൾ വൈറ്റ് കളർ ഉണ്ടായിരുന്നിടത്തായിരിക്കും കളർ ചേഞ്ച് ആവുന്നത്. അത് ഡാർക്കിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും എന്താണ്, ഡാർക്ക് കളർ ഉണ്ടായിരുന്നിടത്തായിരിക്കും കളർ ചേഞ്ച് ആവുന്നത്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ തീമിൽ ഈ ഗ്രേഡിയൻ്റ് എടുത്തത്. ഇല്ല വേറൊരു 2 കളറിലായിരുന്നെങ്കിൽ നമുക്ക് ഇതേപോലെ 2 കളറായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, ഒരേപോലെ കളർ ചേഞ്ച് ആവത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കാൻ കാരണം. അപ്പം സെയിം കളർ തന്നെ എടുക്കാം, അല്ല ഡ്യുവൽ കളർ വേണേൽ എടുക്കാം, പക്ഷേ ഇതേപോലെ നമുക്ക് വൈറ്റ് ആ വേറൊരു കളർ അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇത് കണ്ടോ, ഇപ്പോൾ ഒരേപോലെയാണ് 2 കളറും ചേഞ്ച് ആവുന്നത്. അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡായിരിക്കും ആ വൈറ്റ് നമുക്ക് വരേണ്ട ഭാഗത്തുണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലെടുത്തത്, 2 കളറായിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ, ഇത്രേ ഉള്ളൂ സംഭവം.